Trust me, this video found you. And yes, I mean it. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് ഓർ വ്യക്തി ആരുമായിക്കോട്ടെ, അവിടെ റൈറ്റ് ആയിട്ടാണോ, ഏറ്റവും റൈറ്റ് ആയിട്ടാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത്, റൈറ്റ് പ്ലേസിലാണോ, റൈറ്റ് ആയിട്ടുള്ള ആളുകളെയാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, ഓർ നിങ്ങളൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണോ, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്ന് വല്ലപ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? കാരണം ഇതൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം, ഈവൻ നമുക്ക് വിഷമമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്കൊരു തീരുമാനം എടുക്കാനും അവിടുന്ന് മൂവ് ഓൺ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ബട്ട് ഇത് മനസ്സിലാക്കാനുള്ള വളരെ സിമ്പിൾ ടെക്നിക് പറഞ്ഞു തരട്ടെ. ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കും. ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ചെയ്യാം. പക്ഷെ ഈ സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അത് നിങ്ങളുടെ ഫ്രണ്ടോ, റിലേഷൻഷിപ്പോ, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ, നിങ്ങളുടെ പാർട്ട്ണറോ ആരുമായിക്കോട്ടെ. ഇത് നിങ്ങളാണെന്ന് വിചാരിക്കൂ. ഇത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. ഈ വ്യക്തിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. അവർ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ എല്ലാ രീതിയിലും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു. ആ വ്യക്തിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് സി, അവിടെ കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്, അല്ലെ? നിങ്ങൾക്കും അവിടെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്. ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ അവിടെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അവിടെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് എഫേർട്ട്ലെസ്ലി എന്തൊക്കെ കാര്യങ്ങൾ എക്സ്റ്റേണലി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെ? ബട്ട് ജസ്റ്റ് ഇമാജിൻ, ഇത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നു. തിരിച്ച് കുറച്ച് സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് എഫേർട്സ് ആ വ്യക്തിക്ക് വേണ്ടി കൊടുക്കുന്നു. ആ വ്യക്തി തിരിച്ച് യാതൊരു എഫേർട്സും കൊടുക്കുന്നില്ല. സോ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ആ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ വേണ്ടി മാക്സിമം നിങ്ങളുടെ എല്ലാ എനർജിയും നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് സി, അവസാനം എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആയി പോവാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് എനർജി, നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ സാധിക്കുമോ അതിലൊക്കെ നിങ്ങൾ പിന്നീട് എന്താണ് കാണുന്നത്? ലാക്നെസ് ആണ് കാണുന്നത്. നിങ്ങളുടെ ഒരുപാട് കഴിവുകള്, നിങ്ങളുടെ ഒരുപാട് നന്മകള്, ഒരുപാട് നല്ല എനർജി അവിടെ ഇല്ലാതാവാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ റോങ് ആയിട്ടുള്ളൊരു ആളെ ഡീൽ ചെയ്യുന്ന സമയത്ത്, റൈറ്റ് ആയിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്ന സമയത്താണ് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, അല്ലെ? അത് ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും. സോ ഈ സമയം നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ്, വ്യക്തി, ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉള്ളതാണെന്നുള്ളത് നോക്കുക. നിങ്ങൾ റൈറ്റ് പ്ലേസിലല്ല എന്നുണ്ടെങ്കിൽ സേവ് യുവർ ലവ്, എഫേർട്ട്, എനർജി for the right one.